So hi friends, welcome back to Chinu's Online Learning. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 6 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 റെയിൻ ഓഫ് ലവിൻ്റെ ഫസ്റ്റ് ലെസൺ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ നമ്മുടെ ആദ്യത്തെ സബ് ടോപ്പിക്കായ മൈ ഹോം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ സബ് ടോപ്പിക്ക് മേക്കിംഗ് എ ഷവറിൻ്റെ ബാക്കി ഭാഗവും അതേപോലെ തന്നെ ദ ന്യൂസ് സ്പ്രെഡ്സ് എന്ന് പറയുന്ന അടുത്ത ഒരു സബ് ടോപ്പിക്കും കൂടിയാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അതും കൂടിയാണ് നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രവർത്തനങ്ങൾ അതായത് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, അർത്ഥം അറിയാത്തുണ്ടെങ്കിൽ ഗ്ലോസറിയോ ഇൻ്റർനെറ്റോ വഴി ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് പഠിക്കുക. അതേപോലെ തന്നെ ഞാൻ അടുത്തത് ഇതിപ്പോൾ പാർട്ട് 3 ആണ് ഈ വീഡിയോ. പാർട്ട് 4 ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വരെയുള്ള വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സും കമൻറ്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്ലേലിസ്റ്റൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ക്ലാസ് അനുസരിച്ച് കിട്ടും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് പോവാം. കേരള റീഡർ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 6 പാർട്ട് 1 ഫസ്റ്റ് യൂണിറ്റ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് റെയിൻ ഓഫ് ലവ്. റെയിൻ ഓഫ് ലവിലത്തെ ഫസ്റ്റ് ലെസൺ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിൻ്റെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മേക്കിംഗ് എ ഷവർ, അതിനുശേഷം ദ ന്യൂസ് സ്പ്രെഡ്സ്. ഓക്കെ, അപ്പോൾ രാജ എന്ത് ചെയ്യുന്നുണ്ട്? രാജ പാഡി ഫീൽഡിൽ പോയിട്ട് അവിടെ ഒളിച്ചു നിന്നു. I heard grandfather shout that he would teach me a lesson when I came back home. ഗ്രാൻഡ് അവിടെ ഓളിട്ട് എന്താ വിളിച്ചു പറയുന്നത്? നീ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കും. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay here alone in the darkness. I remembered all the ghost stories I had heard. I stood up and looked around, then ran towards home. ഞാൻ എന്താ ചെയ്തു? എനിക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. എന്തിനാ എന്നെ അടിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. ഐ സ്റ്റേഡ് ഓൺ ദ ഫീൽഡ്, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഐ വാസ് എഫ്രൈഡ് ടു സ്റ്റേ ദർ അലോൺ ഇൻ ദ ഡാർക്ക്നെസ്, എനിക്ക് ഈ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. ഐ റിമെമ്പേർഡ് ഓൾ ദ ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹേർഡ്, ഞാൻ കേട്ടിട്ടുള്ള എല്ലാ പ്രേതകങ്ങളും കഥകളും എനിക്കപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ നമുക്ക് പ്രേതത്തിനെ പേടിയാണ് ഈ കുട്ടിക്ക്, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിൽക്കാനും പേടിയാണ്. I stood up and looked around, then ran towards home. ഞാൻ ആദ്യം ഏറ്റു നിന്നു, എന്നിട്ട് ചുറ്റും ഒന്ന് നോക്കി. അതിനുശേഷം ചെയ്തു? വീട്ടിലേക്ക് ഓടിപ്പോയി. The next paragraphs. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there, I could see grandfather sitting on the veranda saying his prayers. എനിക്കിപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ഒന്ന് മുഖത്തോട് നോക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദ ഹൗസ്, അതുകൊണ്ട് ഞാൻ വീട്ടിനുള്ളിലേ പോയില്ല. ഞാൻ അങ്ങോട്ട് പോയത് ഐ വെൻറ്റ് ടു ദ കൗ ഷെഡ്, പശുവിൻ്റെ തൊഴുത്തിലേക്ക് പോയി. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദ ലോഫ്റ്റ്. ആ ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം, ആ തട്ടിൻപുറത്ത് അവിടെ നിന്ന് ഇരുന്നു ആരും കാണാണ്ടിരിക്കാനായിട്ട്. From there, I could see grandfather sitting on the veranda saying his prayers. അവിടെ നിന്ന് നോക്കി എനിക്ക് കാണാൻ സാധിക്കും ഗ്രാൻഡ് ഫാദർ വരാന്തയിലിരുന്ന് സന്ധ്യാനാമം ജപിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുന്നു. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ, മുത്തശ്ശി എന്താണ് എന്നെ കാത്തിരിക്കുകയാണ്. When I did not turn up, she looked for me everywhere in the house. ഞാൻ തിരിച്ചു വരാതായപ്പോൾ ഗ്രാൻഡ് മദറിന് പേടിയായിട്ട് എന്ത് ചെയ്തു? വീടിൻ്റെ എല്ലായിടത്തും എന്നെ തിരക്കി. Then she came out and called aloud for me, thinking that I was somewhere in the garden. ഞാൻ ഈ ഗാർഡനിൽ എവിടെയോ ഉണ്ടെന്ന് വെച്ചിട്ട് പുറത്ത് വന്നിട്ട് മുത്തശ്ശി എന്നെ വിളിച്ചു, രാജാ രാജാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ, ഞാനൊന്നും മിണ്ടിയില്ല, അതുകൊണ്ട് മുത്തശ്ശിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. അതിനുശേഷം മുത്തശ്ശി എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ രാജാനെ കണ്ടോ? യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്, ഗ്രാൻഡ് ഫാദർ സെഡ്. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നീ ഈ വീട് മൊത്തം അവന് വേണ്ടി തിരഞ്ഞൻ. ഹീ ഈസ് ഹൈഡിങ് സംവർ, അവൻ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാണ്, ഹീ ഈസ് നോട്ട് ഇൻ ദ ഹൗസ്, അവൻ ഈ വീട്ടിൽ എവിടെയും ഇല്ല എന്ന് പറയാണ്. അവൻ ഈ വീട്ടിൽ എവിടെയില്ല എന്ന് ഗ്രാൻഡ് മദർ പറഞ്ഞു. ഗ്രാൻഡ് മദർ സെഡ്, ഐ ലുക്ക് ഫോർ ഹിം എവ്രിവർ, ഞാൻ എല്ലായിടത്തും അവനെ നോക്കി, അവൻ ഈ വീട്ടിലൊന്നും ഇല്ല.
ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. 8th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് രാജ സെലക്ട് ദ ലോഫ്റ്റ് ഇൻ ദ കൗഷെഡ് ആസ് ഹിസ് ഹൈഡിങ് പ്ലേസ്? ആ തൊഴുത്തിൻ്റെ മേൽത്തട്ട് തന്നെ അവൻ്റെ ഒളിസങ്കേതമായിട്ട് അവൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ആൻസർ ആണ് പറയുന്നത്, ഹി വാസ് എഫ്രൈഡ് ടു സ്റ്റേ ഇൻ ദ ഫീൽഡ്, സോ ഹി സെലക്റ്റഡ് എ ഹൈഡിങ് പ്ലേസ് ക്ലോസർ ടു ദ ഹൗസ്. അവൻ ആ രാത്രിയിൽ ആ പാടത്ത് നിൽക്കാനായിട്ട് പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീടിൻ്റെ അടുത്തുള്ള ആ തൊഴുത്തിൻ്റെ തട്ടിമ്പുറത്ത് അവൻ ഒളിച്ചു നിൽക്കാനായിട്ട് കാരണം. 9th ക്വസ്റ്റ്യൻ, ഗ്രാൻഡ് മദർ വാസ് എക്സ്ട്രീംലി വെറീഡ് when she knew that Raja was missing. Pick out the sentences from the passage which convey this idea. രാജയെ കാണാതില്ല എന്നറിഞ്ഞപ്പോൾ മുത്തശ്ശി വളരെയധികം വിഷമിച്ചു. ഈ സംഗതി വ്യക്തമാക്കുന്ന വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ആൻസർ, when I didn't turn up, she looked for me everywhere in the house. Then she called out and called aloud for me, thinking that I was somewhere in the garden. ഞാൻ വരാതായപ്പോൾ മുത്തശ്ശി വീടിൻ്റെ ചുറ്റും എന്നെ തിരഞ്ഞു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഗാർഡൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്നെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, രാജാ വേഗം വരൂന്ന്, ഞാൻ ഗാർഡനിൽ ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയാൻ കാരണം. ദെൻ നെക്സ്റ്റ് സബ് ഹെഡിങ് ആണ് നമ്മുടെ മേക്കിംഗ് എ ഷവർ എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സബ് ഹെഡിങ് ആണ് ഈ ലെസൻ്റെ അടുത്ത ഭാഗമാണ് ദ ന്യൂസ് സ്പ്രെഡ്സ്, അതായത് വാർത്ത പടരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. ഓക്കെ. Then grandfather stood up and went outside and called aloud, "Come Raja, come, I won't beat you." But I didn't answer him, for I thought that he would beat me. Grandfather എന്ത് ചെയ്തു? പുറത്തേറ്റ് നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, കം രാജ കം, ഐ വോണ്ട് ബീറ്റ് യു. രാജ നീ വേഗം വാ, ഞാൻ നിന്നെ അടിക്കില്ല. ബട്ട് ഐ ഡിഡിൻറ്റ് ആൻസർ ഹിം, ഫോർ ഐ തോട്ട് ഹി വുഡ് ബീറ്റ് മീ. ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഒരു അടവാന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വരാനും ഞാൻ എന്നെ വന്നിട്ട് പിടിച്ചിരുത്തി അടിക്കാനായിട്ടുള്ള ഒരു അടവാന്ന് ഞാൻ വിചാരിച്ചു. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, ഗ്രാൻഡ് മദർ വളരെ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, ഹി വോണ്ട് കം, അവൻ വരില്ല. യു ഡ്രോ ഹിം എവേ, നിങ്ങൾ അവനെ പേടിപ്പിച്ച് ഇവിടുന്ന് ഓടിപ്പിച്ച് കളഞ്ഞു. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു, അവൻ വീട്ടിലേക്ക് വന്നാലേ നിങ്ങൾ അവനെ തല്ലു എന്ന് പറയുന്നത്. പുവർ ചൈൽഡ്, ഹീ ഈസ് എഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ. പാവം കുട്ടി, നിങ്ങളെ പേടിച്ചിട്ട് അവൻ ഇവിടുന്ന് ഓടിപ്പോയിരിക്കുകയാണ്. വളരെ ദേഷ്യത്തോടു കൂടി ഗ്രാൻഡ് മദർ അത് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്, ഗ്രാൻഡ് ഫാദർ കോൾഡ് ദ സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. ഗ്രാൻഡ് ഫാദർ അവരുടെ വീട്ടിലത്തെ വേലക്കാരെ എല്ലാവരും വിളിച്ചിട്ട് പുറത്ത് പോയിട്ട് രാജനെ തിരക്കാനായിട്ട് പറഞ്ഞു. ദേ വെൻറ്റ് ഔട്ട് ബട്ട് ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സേ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. അവർ പുറത്തേക്ക് പോയി. കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു, രാജ എവിടെയൊന്നും അവനെ കാണാനൊന്നുമില്ല, ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഗ്രാൻഡ് മദർ ഇത് കേട്ടതോടുകൂടി നിലവിളിക്കാനായിട്ട് കരയാനൊക്കെ ആയിട്ട് തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദി കോർട്ട്യാർഡ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു? ഇതെല്ലാം കേട്ടിട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കാൻ തുടങ്ങി. കോർട്ട്യാർഡിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കാനായിട്ട് തുടങ്ങി. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിങ് സ്പ്രെഡ്. ഞാൻ കാണാനില്ല എന്നൊരു വാർത്ത അവിടെ മൊത്തം പരക്കാനായിട്ട് തുടങ്ങി. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്, ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്. ആദ്യം വന്നത് അയൽക്കാരായിരുന്നു, അതിനുശേഷം ഞങ്ങളുടെ ബന്ധുക്കൾ വന്നു, അതിനുശേഷം ഈ പൊട്ട വാർത്ത കേട്ട മറ്റാൾക്കാരൊക്കെ ഇങ്ങനെ പതിയെ പതിയെ വന്നു തുടങ്ങി. മെനി കെയിം ടു ഓഫർ ദയർ സിംപതീസ് ടു ഗ്രാൻഡ് മദർ. കുറേ പേര് വന്നിട്ട് ഗ്രാൻഡ് മദറിനോട് ഒരു സഹതാപ രീതിയിൽ പറഞ്ഞു, അവൻ വരും, കുഴപ്പമില്ല, അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ദ ലാസ്റ്റ് പാരഗ്രാഫ് ഇൻ ദിസ് പാർട്ട്, ന്യൂസ് സ്പ്രെഡിൻ്റെ ആദ്യത്തെ പേജ്, അതായത് പേജ് നമ്പർ 15-ത്തെ ലാസ്റ്റത്തെ പാരഗ്രാഫാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് ഇത് ഇഷ്ടമായില്ല. എന്താണ്? കുറേ പേര് ഗ്രാൻഡ് മദറിനോട് ഇങ്ങനെ സിമ്പതി, സഹതാപൂർവ്വമുള്ള കാര്യങ്ങൾ പറയണത് ഗ്രാൻഡ് ഫാദറിന് അത്ര പിടിച്ചില്ല. ഹി ഷൗട്ടഡ്, നത്തിങ് ഹാസ് ഹാപ്പൻഡ് ടു ദ ബോയ്, ഹീ ഈസ് ഹൈഡിങ് സംവർ. എന്നിട്ട് ഗ്രാൻഡ് ഫാദർ ഓടിയിട്ട് പറഞ്ഞു, അവനൊന്നും പറ്റിയിട്ടില്ല, അവൻ ഇവിടെ എവിടെ ഒളിച്ചിരിക്കുകയാണ്. കാൺട്ട് some of you go out and find him instead of wasting your time here. നിങ്ങളിൽ ആർക്കെങ്കിലും കുറച്ച് പേർക്ക് പുറത്തേക്ക് പോയിട്ട് അവനെ നോക്കിക്കോളേ, ഇവിടെ വെറുതെ
ടൈം കളയണതിൻ്റെ ഭേദം പുറത്ത് പോയി നോക്കണതല്ലേ നല്ലതെന്ന് ഗ്രാൻഡ് ഫാദർ ഓളിയിട്ടിട്ട് പറഞ്ഞു. The 10th question, grandmother felt angry with grandfather. Do you support the grandmother? Why? ഇവിടെ ചോദിക്കുകയാണ്, ഗ്രാൻഡ് മദർ ഓളിട്ടിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾ കാരണമാണ് പോയത്, അങ്ങനെയാണ് നിങ്ങളവനെ പേടിപ്പിച്ചത് കൊണ്ടാണെങ്കിൽ പറഞ്ഞു, നിങ്ങൾ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ട്? യെസ്, ആഫ്റ്റർ ഓൾ രാജ വാസ് എ സ്മോൾ ബോയ്. എന്തൊക്കെ പറഞ്ഞാലും രാജ ഒരു ചെറിയ കുട്ടിയാണ്. ഗ്രാൻഡ് ഫാദർ ഷുഡ് നോട്ട് ഹാവ് ബീൻ സോ ആംഗ്രി വിത്ത് ഹിം ഫോർ സച്ച് എ സിമ്പിൾ ഫൺ. അവന് ചെറിയൊരു തമാശയാണ് കാട്ടിയത്, അതിന് ഇത്ര അധികം ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു എഴുതാം, നിങ്ങളുടേതായ റീസണും അവിടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലൂസ് ഹിസ് ടെമ്പർ? ഗ്രാൻഡ് ഫാദറിന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിയന്ത്രണം വിട്ടിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ടുല്ലോ, എല്ലാവരോടും പോയി തപ്പ് അങ്ങനെയാന്നൊക്കെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞില്ല, എന്തുകൊണ്ടാണ്? റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് എക്സ്പ്രസ് ദെയർ സിമ്പത്തി. റിലേറ്റീവ്സും ഫ്രണ്ട്സും എന്ത് ചെയ്തു? അവരുടെ സിമ്പത്തി, സഹതാപ വാക്കുകൾ പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. അത് ഗ്രാൻഡ് ഫാദറിന് അത്ര പിടിച്ചില്ല. സോ ഹി ലോസ്റ്റ് ഹിസ് ടെമ്പർ. അതുകൊണ്ടാണ് മുത്തശ്ശന് പെട്ടെന്ന് ദേഷ്യം വന്നത്. അടുത്തത് ദ ന്യൂസ് സ്പ്രെഡ്സിൻ്റെ ബാക്കി ഭാഗമാണ് അപ്പുറത്തെ പേജിലെ പേജ് നമ്പർ 16. സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. കുറച്ച് പേര് പുറത്തേക്ക് പോയിട്ട് എന്നെ തിരഞ്ഞു. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. വാർത്ത കുറേ ആൾക്കാർ അറിഞ്ഞ് എല്ലാവരും വന്നപ്പോൾ ഒരു വലിയ സമൂഹം നിൽക്കണ പോലെയായി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ഗ്രാൻഡ് മദറിൻ്റെ ഒരു തരി വിശ്വാസം ഉണ്ടായിരുന്നു അവൻ വരും എന്നുള്ളത്, അതെല്ലാം നശിച്ചു. ഷി സ്റ്റാർട്ടഡ് ടെല്ലിങ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു, അവൻ എന്ത് നല്ല കുട്ടിയായിരുന്നു എന്നറിയോ. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. എന്നെ തിരഞ്ഞ ആൾക്കാരെ എന്നെ കിട്ടാതെ ഇങ്ങോട്ട് മടങ്ങി വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. ഗ്രാൻഡ് മദർ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങി. ദ വുമൺ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റസ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും കരഞ്ഞു. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സെർവൻസും ഈ ഒരു മരണ വീട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതേപോലെ കാണാണ്ടായില്ലോ. അപ്പോൾ എല്ലാവരുടെയും വിചാരം മരിച്ചു എന്നാണ്. ഈ ഒരു ഇതിൽ കൂടിച്ചേർന്നു. ദേ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വർ ഡെഡ്. ആസ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിപ്പിക്കുന്ന വിധം, ഞാൻ ചത്തു എന്ന് തോന്നിപ്പിക്കുന്ന വിധം എല്ലാവരും അഭിനയിക്കാനായിട്ട് തുടങ്ങി. വെയിൽ എന്ന് പറഞ്ഞാൽ വീപ്പ്, കരയുക എന്നൊരു അർത്ഥമാണുള്ളത്. ഐ ഫെൽറ്റ് സോറി ഫോർ ഗ്രാൻഡ് മദർ, ഐ വാണ്ടഡ് ടു കം ഔട്ട്. രാജയ്ക്ക് ഗ്രാൻഡ് മദറിൻ്റെ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അവന് തിരിച്ചു വരണമെന്നുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ലൊരു മനവും ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. പക്ഷെ അദ്ദേഹത്തിന് വളരെ സങ്കടമായി എന്ന് എനിക്ക് മനസ്സിലായി. ഹി ഡിഡ് നോട്ട് ഹൗവർ ലോസ് ഹോപ്പ്. എന്നിരുന്നാലും അദ്ദേഹം എന്ത് ചെയ്തില്ല? പ്രതീക്ഷ കൈവിട്ടില്ല. ഹി സ്റ്റുഡ് അപ്പ് ആൻഡ് ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രയർഡ്. അവൻ അവിടെ നേരിട്ടിട്ട് ഞങ്ങളുടെ ഫാമിലി ടെമ്പിൾ ഉണ്ട്, കുടുംബക്ഷേത്രം, ആ ക്ഷേത്രത്തിന് നേരെ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഹെൽപ്പ് മീ ഗോഡ്. ദൈവമേ, ഈശ്വര എന്നെ സഹായിക്കൂ. ഹി സെഡ്, ഗീവ് മീ മൈ ചൈൽഡ്. എൻ്റെ കുട്ടിയെ എനിക്ക് തിരികെ തരൂ. ഐ വാണ്ടഡ് ഹിം നൗ. എനിക്ക് അവൻ ഇപ്പോൾ വേണം. ഐ കാൺട്ട് വെയിറ്റ് ഇനി ലോങ്ങർ. എനിക്കിനി കുറേ നേരം കൂടി കാത്തിരിക്കാനായിട്ട് വയ്യ. ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മിണ്ടാണ്ട് അവിടെ തന്നെ നിന്നു. അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്. ആ നേരം കൊണ്ട് അങ്കിൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. തിരിച്ചു വന്നിട്ട് എന്താ അവിടെ ശരിക്കും നടക്കണേന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. ഒന്ന് ചുറ്റും നോക്കിയതിന് ശേഷം ആളൊന്ന് ഗസ് ചെയ്തു ഞാൻ എവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഹി കെയിം ടു ദ കൗ ഷെഡ്. എന്നിട്ട് എന്ത് ചെയ്തു? അങ്കിള് തൊഴുത്തിലേക്ക് വന്നു. ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. എന്നിട്ട് എന്നോട് താഴെ ഇറങ്ങി വരാനായിട്ട് പറഞ്ഞു. ഐ കെയിം ഡൗൺ. ഞാൻ അങ്കിള് പറഞ്ഞതുപോലെ താഴേക്ക് ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിൾ എന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺഡ്. ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞുള്ളൂ. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. ഗ്രാൻഡ് ഫാദർ കണ്ണു തുറഞ്ഞ് നോക്കിയപ്പോഴേക്കും ആരെ കണ്ടത്? രാജ ഗ്രാൻഡ് ഫാദറിൻ്റെ മുമ്പിൽ നിൽക്കണു. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ് ആൻഡ് ഹഗ്ഡ് മീ ആൻഡ് സെഡ്.
ഗ്രാൻഡ് ഫാദർ രാജേനെ കണ്ടപാടെ കൈകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഗോഡ് ഹേർഡ് മൈ പ്രയേഴ്സ്, ദേവൻ്റെ പ്രാർത്ഥന കേട്ടു, ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്, എന്നിട്ട് നിന്നെ ഞങ്ങൾക്ക് തിരികെ തന്നു. അപ്പോൾ നമ്മുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചർച്ച ചെയ്യാം. 12th question, where might the people have searched for Raja? രാജേനെ തിരഞ്ഞ ആൾക്കാർ എവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരിക്കും? Why couldn't they find him? എന്തുകൊണ്ടാണ് അവനെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്? People might have searched him in the gardens, field, grove, ponds and neighbors' houses. അയൽക്കാരുടെ വീട്ടിലെ, കുളങ്ങളിൽ, തോപ്പിലെ, പാടത്ത്, ഗാർഡനിലൊക്കെ ആൾക്കാരവനെ തിരഞ്ഞിട്ടുണ്ടായിരിക്കും. They couldn't find him because he was ഹൈഡിങ് ഇൻ ദ കൗഷെഡ്. എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന്? തൊഴുത്തിലായതുകൊണ്ടാണ്. അവൻ തൊഴുത്തിലുണ്ടായിരുന്നത് അല്ലേ, അത് ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ. 13th question, I wanted to come out. What prevented രാജ ഫ്രം കമ്മിങ് ഔട്ട്? രാജയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് തടസ്സത്താലാണ് അവൻ വരാണ്ടിരുന്നത്? ഹി ഫിയർഡ് ദാറ്റ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് ഹിം, സോ ഹി ഡിഡിൻറ്റ് കം ഔട്ട്. അവന് പേടിയുണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദർ എന്നെ അടിക്കുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അവൻ വരാണ്ടിരുന്നത്. Then 14th question, what would Raja say to his grandfather when he returned home? അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുത്തശ്ശനോട് എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? He would say, I am really sorry grandpa. അവൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? എന്നോട് ക്ഷമിക്കണം ഗ്രാൻഡ്ഫാ, ഞാനത് അറിയാണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എഴുതിയ ആൾ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറി, ഇതൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ, ഇതിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 4 ഒക്കെ ഉടനെ തന്നെ വേഗം അപ്ലോഡ് ചെയ്യും. ഇവിടെ വരെയുള്ള വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി സ്റ്റോറിയാണ്, ഇതൊരു ഫിക്ഷൻ എന്ന് പറയാം. കേശവൻ ശങ്കരൻ പിള്ള എഴുതിയതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു, ബൈ.